ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ബീറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ വിഷൻ എന്ന പോമാണ്. റിട്ടൺ ബൈ സൈമൺ ആർമിറ്റേജ് ആണ്. ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പോയത്തിലെ ഇൻട്രൊഡക്ഷൻ നോക്കാം. വിഷൻ ഈസ് റിട്ടൺ ബൈ സൈമൺ ആർമിറ്റേജ് ആണ്. ഓക്കെ, അയാളൊരു കണ്ടംപററി ബ്രിട്ടീഷ് പോയറ്റ് ആണ്. ആൻഡ് ഈ പോയത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് എങ്ങനെയാണോ പീപ്പിൾസ് വേൾഡിനെ നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ മെമ്മറീസ് ഇമാജിനേഷൻ ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ, റിയാലിറ്റിയുടെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ പേഴ്സണൽ ആണോ ഫിക്സിബിൾ ആണോ എന്നുള്ളതും. അതുപോലെ തന്നെ ഈ പോയത്തിൽ പറയുന്നത് ഫ്യൂച്ചർ സിറ്റി അത് വളരെ പൊല്യൂട്ടഡ് ആണ്, അതേപോലെ തന്നെ സ്മോക്കിയാണ്, മൊത്തത്തിൽ സ്മോക്കിയായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റൽ ആൻഡ് ബെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്നൊക്കെയാണ്. ഈ പോയം എഴുതിയിട്ടുള്ളത് ഫ്രീ വേസിലാണ്. 5 സ്റ്റാൻസ പോയമാണ്. 4 ലൈൻസ് കൺസിസ്റ്റ് ഓഫ് 4 ലൈൻസ് ഈച്ച്. ആൻഡ് ഇതിൽ ഒരു പ്രൈമിക് പാറ്റേൺസും ഇല്ല. പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളത് അസോണൻസും അലിട്രേഷനുമാണ്. പിന്നെ ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രിക്കിംഗ് ഇമാജിനറി ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വിഷൻ ഓഫ് ടോപ്പിയൻ ഫ്യൂച്ചറിലെ ഒരു വിഷനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി പോയത്തിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ പോയം വളരെ തോട്ട്ഫുൾ ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് പോമാണ്. അതിൽ എക്സാമിൻ ചെയ്തിട്ടുള്ളത് സബ്ജക്റ്റീവ് നേച്ചർ, അത് ഹ്യൂമൻ പെർസെപ്ഷൻ റാദർ ദാൻ ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടോ ഒരു സൂപ്പർ നാച്ചുറൽ റെലവേഷൻ ആയിട്ടൊക്കെയാണ്. നമ്മുടെ ഓദർ ഇവിടെ പറയുന്നത് ഈ പോം എന്ന് പറയുന്നത് ഒരു ഓർഡിനറി എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നുണ്ട്. അതിൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വിഷൻ, വാട്ട് വി കോൾ വിഷൻ, നമ്മൾ പറയുന്ന ഈ വിഷനെ ഓഫൺ ഷേപ്പ്ഡ് ബൈ ദ മൈൻഡായിട്ടാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് റാദർ ദാൻ ബൈ ഒബ്ജക്റ്റീവ് റിയാലിറ്റി, കൂടുതലായിട്ടും അത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആയേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓദർ ആയിട്ടുള്ള ആർമിറ്റേജ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബോർഡർ പോയറ്റിക് സ്റ്റൈലാണ്. അതേപോലെ തന്നെ എവരിഡേ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോർ എന്ന് മനസ്സിലാക്കാനാണ്, കോംപ്ലക്സ് ഫിലോസഫിക്കൽ ഐഡിയാസ് മനസ്സിലാക്കാനാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് പ്രസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റിയാണ്. ഇനി ആർമിറ്റേജ് സജസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് വേൾഡിനെ സത്യമായിട്ടും ട്രൂലി നോക്കി കാണുന്നില്ല, പകരത്തിന് അവരുടെ ഒരു ഇൻ്റർപ്രറ്റ് എന്ന് പറയുന്നത് അവരുടെ മെമ്മറി, എക്സ്പെക്ടേഷൻ, ഇമോഷൻസിലൂടെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നത് ഈ ഒരു വിഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഫാക്റ്റിലാണ്. അതുപോലെ തന്നെ ഈ പോയത്തിൽ കാണുന്നത് സീയിങ് ഈസ് ആൻ ആക്റ്റീവ് മെന്റൽ പ്രോസസ് ആണ്, നോട്ട് എ പാസീവ് ആണ്. അതുപോലെ തന്നെ മേക്കിംഗ് ചെയ്യുന്നത് റീഡേഴ്സിന്റെ ക്വസ്റ്റ്യൻസിനെ റിയബിലിറ്റി ഓഫ് അവർ ഓൺ ഒബ്സർവേഷൻസിലൂടെയാണ്. എ വിഷൻ എന്ന് പറയുന്ന ഈ പോയത്തിൻ്റെ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയാലോ. ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പീക്കറിൻ്റെ ജേർണി ഫ്രം ഇലൂഷൻ ഓഫ് റിയാലിറ്റി ആണ്. ഈ പോയത്തിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻമെൻ്റ് ആണ്. അതെങ്ങനെയാണ് ഈ പോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയാലോ. ഷോയിങ് എ ബിഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഡ്രീംസ്, എക്സ്പെക്ടേഷൻ, റിയാലിറ്റി. ആൻഡ് ദ സ്പീക്കേഴ്സ് റിയലൈസ്ഡ് ദാറ്റ് ideal world he imagined does not exist. The poem suggested that life is often disappointing and people must face the truth rather than live in illusions. Through vivid images and reflections, the poet conveys same of sense of loss, frustration and awakening. The poem explores how people lose their idealistic beliefs when confronted with the realities of life, making disillusionment a central theme. ഇനി നമുക്ക് പോമിൻ്റെ ഒരു കൺക്ലൂഷൻ നോക്കാം. ആർമിറ്റേജ് യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. അതെന്തിനാണ് സ്ട്രെങ്തൻ ദ പോയറ്റ്സ് ഇമ്പാക്റ്റ്, പോയത്തിൻ്റെ ഇമ്പാക്റ്റിനെയാണ് സ്ട്രെങ്തൻ ചെയ്യാൻ നൽകിയിട്ടുള്ളത്. ആൻഡ് ദ ലാക്ക് ഓഫ് കോംപ്ലക്സ് ഡിക്ഷൻ അതിൽ കാണുന്നുണ്ട്. സ്ട്രിക്റ്റ് പോയറ്റിക് ഫോംസ് ഉണ്ട്. മിറർ ദ പോയിം മെസ്സേജ് എന്ന് പറയുന്നത് പ്രൊഫൗണ്ട് ഐഡിയൽസ് ക്യാൻ മെർജ് ഓർഡിനറി മൂവ്മെൻ്റ് ആണ്. ആൻഡ് പോയത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ആണ്. ആൻഡ് ഇത് ക്രിയേറ്റ് ഇമ്മീഡിയറ്റ് കണക്ഷൻ വിത്ത് ദ റീഡേഴ്സ് ആണ്. ആൻഡ് എൻകറേജിങ് പേഴ്സണൽ എൻഗേജ്മെൻറ്റ് റാദർ ദാൻ ഓഫറിങ് എ ഫിക്സ്ഡ് കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയത്തിനെ കുറിച്ച് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആണ്. പോയത്തെ ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ തീംസ്, കൺക്ലൂഷൻ, അങ്ങനെ പോയത്തിന് ചെറിയ അനാലിസിസ്, അങ്ങനെയുള്ള ചെറിയൊരു ക്ലാസ്സാണ്. ഞാനിതിലെ പോയമിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് ചേർത്തിട്ടില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്.